നമുക്കിവിടെ ഒരു അടിപൊളി മിനി പിസ്സ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടുള്ള പാലെടുക്കാം. പിന്നെ അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ മൈദ ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കുഴച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് പിന്നെ ആവശ്യത്തിന് മൈദ കൂടി ചേർത്ത് നല്ല രീതിക്ക് കുഴച്ച് മാറ്റി വെക്കാം. പിന്നെ അത് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ അതിന് മേലെ ഓയിൽ തടവി കൊടുക്കാം. പിന്നെ അതൊരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും കുബൂസ് നല്ല രീതിക്ക് പൊങ്ങി വരും. ഇനി ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് അതിലേക്ക് മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, സോയാ സോസ്, ഒറിഗാനോ, ചെറുനാരങ്ങ നീര് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. 1 മണിക്കൂർ വരെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി പിസ്സ സോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 തക്കാളി പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴണ്ടി വന്നാൽ അതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ഒറിഗാനോ, ചെറുനാരങ്ങ നീര്, ചില്ലി ഫ്ലേക്സ്, ഷുഗർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ കുറച്ച് കഴിഞ്ഞ് മറിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഇനി ക്യാപ്സിക്കവും ഉള്ളിയും ക്യൂബായി കട്ട് ചെയ്ത് വെക്കാം. ഇനി പിസ്സ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഇത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് സാധാ കുബൂസാക്കുന്നതിലും വണ്ണത്തിൽ എടുത്തിട്ട് പൊടി കുറച്ച് വിതറി കൊടുത്ത് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് റൗണ്ടാക്കി എടുക്കാം. ഇനി ഇതൊരു പാനിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇനി അത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലാത്തിലും ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി തയ്യാറാക്കിയിട്ടുള്ള പിസ്സ സോസ് തടവി കൊടുക്കാം. പിന്നെ അതിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം, ഉള്ളി, ചിക്കൻ ഫ്രൈ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി എല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതിനി ആ പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ മിനി പിസ്സ തയ്യാറായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം.